അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ പെരുന്നാളൊക്കെ ആയതല്ലേ, അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെരുന്നാളിനായാലും നോമ്പിനൊക്കെ വീട് ക്ലീൻ ആക്കുമോ എന്നൊക്കെ കാര്യം നിങ്ങളുടെ ഒരു ഡൗട്ട്. പക്ഷെ അങ്ങനെയല്ല, വീടൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്നൊക്കെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചാൽ, തലേന്നൊക്കെ ക്ലീൻ ആക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഇങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെരുന്നാൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ആഘോഷങ്ങളൊന്നും ആയിട്ടില്ല. കാരണം ഇവിടെ ഫൈസലാക്കാൻ്റെ ഉമ്മയൊക്കെ മരിച്ചു, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ മരിച്ചു, പിന്നെ ഫൈസൽക്കാക്കാൻ്റെ അമ്മായി, അങ്ങനെ എല്ലാവരും മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. 3-4 പെരുന്നാൾ അങ്ങനെയാണ് പോയിട്ടോ. കാരണം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു പെരുന്നാൾ തന്നെയാണ്. കാരണം ഉപ്പയുമില്ലാത്തൊരു പെരുന്നാൾ തന്നെ വല്ലാത്തൊരു സങ്കടമുള്ള ഒരു പെരുന്നാളാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആഘോഷങ്ങളായിട്ടൊന്നും കഴിക്കണില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തായാലും പെരുന്നാക്കായാലും അല്ലെങ്കിലൊക്കെ നമ്മൾ നെയ്ച്ചോറായാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ കുറേ ആയി അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടിക്കൊട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ മാറാലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. 2 മാസം ആകുമ്പോഴത്തെ നല്ല മാറാല പിടിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ ഡൈനിങ് ഹാളിലുള്ളതാണ് കേട്ടോ. ഇത് സെൻട്രലായിട്ടൊരു ഗ്ലാസ് ഉണ്ട്. അതിങ്ങനെ ഈ ഫെജിമോനൊക്കെ വന്നാലും വേറെ കുട്ടികളൊക്കെ വന്നാലും എല്ലാവരും വന്നാലും ഇതിമേലാട്ടോ എല്ലാവർക്കും ഒരു കളിയാണ്. അപ്പോൾ ഭയങ്കര ചളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് തന്നെയാണ് ഇറങ്ങിയത്. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ അടുപ്പൊന്നും കത്തിക്കാറില്ല. ഫങ്ഷനും കാര്യമൊക്കെ വരികയാണെന്നുണ്ട് ഇതുപോലത്തെ വലിയൊരു അടുപ്പാണ് കത്തിക്കാറ് കേട്ടോ. ഇത് നല്ല പവറുള്ള അടുപ്പാണ്, നല്ല തീയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് നല്ലോണം പൂപ്പലൊക്കെ പിടിച്ച് കിടക്കണമെന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. കാലം എടുക്കാഞ്ഞാൽ ഏത് സാധനം പൂപ്പൽ വരുമല്ലോ, അതുപോലെ അടുപ്പൊക്കെ നന്നായി പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഭയങ്കര ടെൻഷൻ തന്നെയാണ് കേട്ടോ. കാരണം പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ എല്ലാവരും നഷ്ടപ്പെട്ട പോലെ തന്നെയാണ്. പെരുന്നാളായാൽ ചോദിക്കും കേട്ടോ, ചിക്കൻ വാങ്ങിയോ, ഡ്രസ്സ് വാങ്ങിയോ, എന്തെല്ലാം കാട്ടിക്കൂട്ടിയെന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, അവരാരുമില്ലാതെ ഭയങ്കര മിസ്സായ പോലെ തന്നെയാണ്. സത്യം പറയാൻ സങ്കടം തന്നെയാണ് കേട്ടോ. നമ്മളൊപ്പയും ഉമ്മയും പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമുള്ള തന്നെയാണ്. പക്ഷേ അള്ളാൻ്റെ എന്തോ ഭാഗ്യത്തിൽ എൻ്റെ ഉപ്പ ഉണ്ട്, ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ഉപ്പയായാലും ഇപ്പം വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇപ്രാവശ്യം പറഞ്ഞാൽ ഫൈസൽക്കാക്കാൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരെ വീട്ടിൽ ഓണായാലും വിഷായാലൊക്കെ നമ്മൾ പോവലുണ്ട്. അപ്പോൾ അവർ അതേപോലെ പെരുന്നാളായാലൊക്കെ വരലുണ്ട്. പക്ഷെ 2-3 പെരുന്നാൾക്ക് അവർ നമ്മളെ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വിളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീടൊക്കെ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ പിന്നെ എല്ലാ പണിയും വേഗം എടുക്കല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ വിശക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാലത്ത് തന്നെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ ഇത്രയും വലിയ ടേബിൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊന്നും കഴിക്കലില്ല. കാരണം ഞങ്ങൾക്ക് അടുക്കളയിൽ തന്നെ നല്ല സൗകര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കലില്ല. ഇനിയിപ്പോൾ ആര് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കലില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊടി പൊടിച്ച് കിടക്കുന്നു അത്ര വലിയ ശ്രദ്ധിക്കലില്ല. അപ്പോൾ അതൊന്നും തുടച്ചെടുക്കുകയാണ്. അങ്ങനെ തട്ടിക്കുട്ടലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ സിറ്റൗട്ടൊക്കെ ഒന്ന് നല്ലോണം കഴുകിട്ടോ. അപ്പോൾ ദീമോക്ക് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇതുപോലൊക്കെ ആക്കി വെക്കിട്ടോളൂ. പക്ഷെ ഞാനാണ് ലാസ്റ്റ് ഇതൊക്കെ പാടുപെടൽ. പിന്നെ ഞാൻ അകത്തുള്ള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇതാ സോപ്പും വെള്ളം ഇട്ട് ഭയങ്കര കളിയാണ്. പിന്നെ ഞാനും ഓളും കൂടി സിറ്റൗട്ടൊക്കെ നല്ലോണം വൃത്തിയാക്കി തുടച്ചു.
ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ചെറിയുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി നമ്മളെ ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരിക്കലും കഴുകരുത്. കഴുകുകയാണെന്നുണ്ടെങ്കിൽ കുമ്മിയ വാസന അതുപോലെ തന്നെ ഒരു ചീഞ്ഞ ഒരിത് നിൽക്കും കേട്ടോ. അപ്പോൾ കഴുകാതെ തന്നെ ബോക്സിലാക്കുക. നമ്മൾ എടുക്കുന്ന ടൈമിൽ കഴുകിയാലും മതി. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഒരു ബോക്സിലാക്കി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഇത് നമ്മൾ രാവിലെ തന്നെ പെരുന്നാളാകുമ്പോൾ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യം കൂടിയാണ്. കണ്ടില്ല, ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇതൊക്കെ നന്നാക്കി എടുക്കുകയാണെങ്കിൽ വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാൻ നേരത്ത് പിന്നെ ഇങ്ങനത്തെ ഒക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വിചാരിക്കും നിങ്ങൾ, ഈ ചന്ദനത്തിരിയൊക്കെ കുത്തി ഇതേപോലെ ആക്കി വെക്കുന്നത് എന്തിനാ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീടൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതല്ല. അപ്പോൾ അതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ല വാസന ഉണ്ടാവും. ചന്ദനത്തിരി ഇതേപോലെ കത്തിക്കുകയാണെങ്കിൽ ചിലവർ പറയും എന്തിനാ ചന്ദനത്തിരി കത്തിക്കണത്, അതൊക്കെ ഒരു ജാതി ആചാരങ്ങളല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നല്ല, കൊതുകിനും അതുപോലെ തന്നെ നമ്മളെ വീടിനൊക്കെ നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവാനാണ്. അപ്പോൾ ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ചിട്ടോ. പിന്നെ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ രാവിലെയും അതുപോലെ തന്നെ ചന്ദനത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വെക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് പൊടി പാറി കിടക്കുകയായിരുന്നു, ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പെരുന്നാൾക്കൊക്കെ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതണമല്ലോ. അപ്പം നേരത്തെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ക്ലീനാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം പറഞ്ഞാൽ റൈസ്, അതുപോലെ തന്നെ പാല്, പായസത്തിനുള്ള എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഓയിൽ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒരു ലിസ്റ്റിൽ എഴുതുകയാണ്. എഴുതി വെക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്. അത് പിന്നെ അവിടെ ചെന്ന് വാങ്ങിയാൽ മതി. പിന്നെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം പിന്നെ വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫലാഫൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വെളുത്ത കടല ഉണ്ടല്ലോ, ആ കടല നന്നായി കുതിർത്തിയതിന് ശേഷം നന്നായി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെളുത്തുള്ളി, ചെറിയ ജീരകം, പച്ചമുളക്, മല്ലിയില, അതുപോലെ തന്നെ വെളുത്ത എള്ള് കേട്ടോ, അതൊക്കെ കുഴച്ചതിന് ശേഷം വെളുത്ത എള്ള് അതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പത്തെ ഒരു വ്ളോഗിൽ പ്രത്യേകം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ കൂടുതലായിട്ട് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ ബോൾസാക്കി മെല്ലെ ഒന്ന് ചെറിയ തോതിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓരോ ചെറിയ ചെറിയ ബോൾസ് പോലത്തെ ഇങ്ങനെ ഇതേപോലെ കേട്ടോ. ഫലാഫൽ അറിയുന്ന ഇതിലേറെ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. ഞാൻ ഇതുപോലെ ചെറുതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലല്ല കേട്ടോ ഇത് ഉണ്ടാക്കൽ, ഓയിലാണ് ഉണ്ടാക്കൽ. അതും പ്രത്യേകം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് മയോണീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. പിന്നെ രാത്രികത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മൈലാഞ്ചി നിന്ന തിരക്കിലാണ്. അപ്പം ഞാനല്ല കേട്ടോ മൈലാഞ്ചി ഇരുന്ന ഫൈസൽക്കാക്കിയാണ്.
അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ട്യൂബും കാര്യങ്ങളൊക്കെയാണല്ലോ മൈലാഞ്ചി ഇടല്. പക്ഷെ ഫൈസൽക്കാക്ക് എങ്ങനെയാണ് അരച്ച മൈലാഞ്ചി തന്നെ വേണം കേട്ടോ. അപ്പോൾ താത്ത തറവാട്ടിൽ നിന്ന് അരച്ച മൈലാഞ്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ പെരുന്നാളായാലും ഇങ്ങനെയാണ് കേട്ടോ, എല്ലാ പെരുന്നാൾക്കും ഇതേപോലെ അരച്ച മൈലാഞ്ചി തന്നെ വേണം. അപ്പോൾ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെരുന്നാളായപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ മാത്രമേ ഉള്ളൂ. ഇനി പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഈദ് വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും എവിടെയൊക്കെ പോകുന്നതും അങ്ങനത്തെയുള്ള വീഡിയോ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോയും വ്ളോഗൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.